പെട്ടെന്ന് കണ്ടാൽ ഇവിടെ ആരോ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയെന്ന് തോന്നും. പക്ഷേ ഈ പുള്ളി ഇരുന്ന് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ മൊത്തം വീണടക്കുന്നത് പെയിൻ്റ് അല്ല, ഇത് വെള്ളത്തിൽ കലക്കിയ മാവാണ്. ഇതെല്ലാം ഇവിടെ വീണടക്കുന്നത് ഉണ്ടാക്കുന്ന ആളുടെ ശുഷ്കാന്തി കൊണ്ടാണ്. പാത്രത്തിൽ കുറച്ച് മീറ്റ് എടുത്ത ശേഷം അതിലേക്ക് മാവ് ഇങ്ങനെ കലക്കി ഒഴിക്കുക പുള്ളി. എന്നിട്ട് ആ സ്റ്റീമറിലോട്ട് വെച്ച് ഒരു 2 മിനിറ്റ് സ്റ്റീം ചെയ്യുക. മീറ്റ് കൂടാതെ മുട്ട, ക്യാബേജ്, നൂഡിൽസ്, പിന്നെ ഹൊന്തുവൻ ഇതെല്ലാം ഇതുപോലെ സ്റ്റീം ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. അത് തിന്നാനായിട്ട് ഒരു ലോഡ് ആൾക്കാരും കൂടെ ഞങ്ങളും ഉണ്ട്. സ്റ്റീം ചെയ്ത ശേഷം ഇത് പ്ലേറ്റിലേക്ക് ഇടും. അത് കഴിഞ്ഞിട്ട് ഓരോ സോസായിട്ട് അതിൻ്റെ മുകളിൽ ഒഴിക്കും. അത്ര ഉള്ള പരിപാടി. ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ട് കടേൻ്റെ അകത്ത് കയറി. സാധാരണ ഇങ്ങനെയാണ് ചൈനയിലെ ബ്രേക്ക്ഫാസ്റ്റ് കടകൾ. ഈ വല്യമ്മ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഹൊന്തുവൻ. പോർക്കാണ് ഇറച്ചി. ഈ ചീസിൻ്റെ സ്ലൈസ് പോലെ ഇരിക്കുന്ന സാധനമാണ് മാവിൻ്റെ സ്ലൈസ്. അതിലേക്ക് ഈ അരച്ച മീറ്റ് എടുത്ത് ചുരുട്ടിയിടാം. ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം എത്തി. ഇതാണ് ഹൊന്തുവൻ സ്റ്റീം ചെയ്തത്. അതിൻ്റെ കൂടെ ഉള്ളത് നൂഡിൽസ് അല്ല, ബീൻസ് സ്പ്രൗട്ടാണ്, അതായത് മുളപ്പിച്ച പയർ. സോസായിട്ട് എള്ളിൻ്റെ പേസ്റ്റും ഉണ്ട്. ചിന്നുന് സംഭവം അങ്ങോട്ട് ബോധിച്ചു. ഞാനും എടുത്ത് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ സാധനത്തിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുന്നു. പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു. ഇതാണ് ചാങ് ഫങ്. ഇതുണ്ടാക്കുന്നതാണ് നമ്മൾ വീഡിയോയിൽ ആദ്യം കണ്ടത്. മുട്ട, സ്പ്രിംഗ് ഓണിയൻ, പിന്നെ മാവ് എല്ലാം കൂടി ഒരു പരന്ന പാത്രത്തിൽ സ്റ്റീം ചെയ്ത ശേഷം മേളിൽ കൂടെ കുറച്ച് സോസ് ഒഴിച്ചു കഴിഞ്ഞാൽ സാധനം റെഡിയായി. തിന്നുമ്പോൾ ഈ സാധനം എടുത്ത് സോസിൽ മുക്കി തിന്നാം. ഇതിനും നല്ല ടേസ്റ്റായിരുന്നു. പാത്രം മൊത്തം കാലിയാക്കാൻ അധികം സമയമൊന്നും എടുത്തില്ല. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ബൈ ബൈ.